ഹായ് ഗായ്സ്, ഇതെന്ന് പറയുന്നത് ബ്ലാസ്റ്റ് മൂവിയുടെ ഒരു റിവ്യൂ ആണ്. അർജുൻ, പ്രീതി മുകുന്ദൻ, അഭിരാമിയൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമയുടെ റിവ്യൂ ആണ്. ഇതിനകത്തൊരു പടം കണ്ടു, ഇതിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂ പറയണമെന്ന് തോന്നി. സോ അങ്ങനെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. പടത്തിലെ മെയിൻ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി അർജുനാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന പ്രീതി മുകുന്ദൻ, അഭിരാമി എന്ന് പറയുന്ന ഇവരുടെ ഫാമിലിയുള്ള കുറച്ച് മെമ്പേഴ്സാണ്. ആൻഡ് ഇതിനകത്ത് വരുന്ന വില്ലന്മാരുടെ പേരെന്ന് പറയുന്നത് ബാലഹാസനാണ്. അതിൻ്റെ വേറൊരു മൾട്ടിനാഷണൽ കമ്പനിയുടെ ഒരു ഡയറക്ടറുണ്ട്, പുള്ളി ഇതിനകത്തൊരു വില്ലനാണ്. അപ്പോൾ ബാക്കി അതിനല്ലാതെ ഒരു ലോക്കൽ ഗാങ്സ്റ്ററുണ്ട്. സോ പടം എന്ന് പറയുന്നത് ഒരു ഫുള്ളി ത്രൂ ഔട്ട് ആക്ഷൻ, ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടമാണ്. തുടക്കം മുതൽ അവസാനം വരെ കുറേ ഫൈറ്റ്സ് ഉണ്ട്. അതിന് മെയിൻലി അർജുൻ്റെ ഫൈറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ വില്ലിൻ്റെ ഫൈറ്റ്സ് ആണെങ്കിലും വരുന്നവരും പോകുന്നവരും എല്ലാവരും ത്രൂ ഔട്ട് അടിപൊളിയായിട്ടുള്ള കുറേ ആക്ഷൻ സീക്വൻസ് നമുക്ക് കാണാൻ പറ്റും. പടത്തിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്നത് കൽപ്പതി അഘോരം, കൽപ്പതി ഗണേഷ്, കൽപ്പതി സുരേഷ്. ആൻഡ് ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ എന്ന് പറയുന്നത് രവി ബസൂറാണ്. ഡയറക്ടർ എന്ന് പറയുന്നത് സുഭാഷ് കെ രാജാണ്. ആൻഡ് AJ's എൻ്റർടൈൻമെൻറ്റാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻസ് വരുന്നത്. സോ പടം എന്ന് പറയുന്നത് നമുക്ക് ഒരു ലോജിക്കായിട്ട് കൂടുതൽ ചിന്തിക്കാതെ ജസ്റ്റ് ഒരു ആക്ഷൻ പടം കാണണം എന്നുള്ള രീതിയിൽ മാത്രം പോയി കണ്ടു കഴിഞ്ഞാൽ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. 2 hours 24 minutes ആണ് ഇതിൻ്റെ പടത്തിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഒട്ടും ലാഗ് ചെയ്യിപ്പിക്കത്തില്ല. പടത്തിലെ ആക്ഷനാണ് നിങ്ങൾ കൂടുതലും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നൊരു പാട്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. സ്റ്റോറി എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ആക്ഷനാണ്. ഇതിനകത്ത് അർജുൻ ആയിക്കോട്ടെ, അർജുൻ്റെ മോളായിട്ടുള്ള പ്രീതി മുകുന്ദൻ ആയിക്കോട്ടെ, വൈഫായിട്ടുള്ള അഭിരാമി ആയിക്കോട്ടെ, എല്ലാവരും അതിൽ പ്രീതി മുകുന്ദൻ്റെ ആക്ഷൻ സീക്വൻസ് എന്ന് പറയുന്നത് അടിപൊളിയാണ്. പുള്ളിക്കാരിയാണ് ആക്ച്വലി ത്രൂ ഔട്ട് ഈ പടത്തിൻ്റെ ഒരു മെയിൻ ഫൈറ്റായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഫൈറ്റ് വില്ലൻ്റെ ക്യാരക്ടറായാലും ബാലഹാസൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറുണ്ട്, പുള്ളിയുടെ ഫൈറ്റ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ ഇതിനകത്ത് ഒരു എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ആയിട്ട് നമുക്ക് ആക്ഷൻ അല്ലാതെ വേറെ റൊമാൻസോ അല്ലെങ്കിൽ കോമഡിയോ അങ്ങനെയായിട്ടൊന്നും വരുന്നില്ല. ജസ്റ്റ് ഫുള്ളി ആക്ഷനാണ്. സോ ഒരു 2 weeks ആയി പടം ഇപ്പോൾ ഇറങ്ങിയിട്ട്. അപ്പോൾ ഞാനിതിൻ്റെ ഒരു റിവ്യൂസ്, ഒരുപാട് അടിപൊളി റിവ്യൂസൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് പടം കാണണമെന്ന് തോന്നി. അങ്ങനെ കണ്ടതാണ്. ആൻഡ് തിയേറ്റർ ഫുള്ളായിരുന്നു. അപ്പോൾ ഒരു സമയത്ത് പോലും നമുക്ക് ഈ പടം തീരുന്നില്ലല്ലോ എന്ന് തോന്നിയിട്ടില്ല. സോ പടം കാണുക. ഇപ്പോഴും പടം റണ്ണിങ് ആണ്. ഒരു സൈലൻ്റായിട്ട് വലിയ മാർക്കറ്റിംഗ് ഒന്നും വരാതെ ജസ്റ്റ് ഒരു പടം ഇറങ്ങുന്നു. ആൻഡ് ഇത് ഫസ്റ്റ് പോയി കണ്ടിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇത് ഇറങ്ങുന്നത് കാട്ടാളൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കൂടെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ കാട്ടാളൻ ആൻഡ് ബ്ലാസ്റ്റിക് കൂടെ ഒരുമിച്ച് ഇറങ്ങി നിന്ന് കൂട്ടുന്നതിൽ ആരാണോ ബ്ലാസ്റ്റിക് കാട്ടാളൻ കയറാതെ കണ്ടിട്ടുള്ളത് അവർക്ക് ഡെഫിനറ്റ്ലി ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നത്. സോ അതാ, അപ്പം കാണേണ്ടവർ കാണുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഇതിനകത്ത് രേഖപ്പെടുത്തുക. താങ്ക് യു.